എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒന്നാം ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾ, കോളേജ് ജോയിനിങ്, അതുപോലെ തന്നെ പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് സർക്കുലർ വന്നു കഴിയുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മുൻപേ സൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ സർക്കുലർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കേരള യൂണിവേഴ്സിറ്റി ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2026 ഒന്നാം അലോട്ട്മെന്റ് നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് പരിശോധിക്കാം എന്നാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ഉപയോഗിച്ച് അലോട്ട്മെന്റ് പരിശോധിക്കാം. കോളേജ് പ്രവേശനം ജൂൺ 18, 19/6, 18/6/2026, 19/6/2026, 20/6/2026, 22/6/2026. ജൂൺ 18, 19, 20, 22 തീയതികളിൽ എന്ത് ചെയ്യാൻ സാധിക്കും? വിദ്യാർത്ഥികൾക്ക് കോളേജ് പ്രവേശനം നേടാൻ സാധിക്കും എന്ന് ഈ നിർദ്ദേശിച്ച രീതികളിലാണ് കോളേജ് പ്രവേശനം നേടേണ്ടത്. അലോട്ട്മെന്റ് ലഭിച്ചവർ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെന്റ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്. അതായത് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളവർ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കും. അലോട്ട്മെന്റ് ലഭിക്കാത്തവർ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ടതൊന്നുമില്ല, അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കും. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഓൺലൈനായി ഒടുക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ച് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ച വിദ്യാർത്ഥികൾ പ്രൊഫൈലിൽ നിന്ന് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ്, കോഴ്സ്, കാറ്റഗറി, അഡ്മിഷൻ തീയതി തുടങ്ങിയ വിവരങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇത് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാൻഡറ്ററി ഫീ അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിലൂടെ നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഈ 18, 19, 20, 22 തീയതികളിൽ ഉണ്ടെങ്കിലും നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ നിങ്ങൾ കോളേജിൽ പോകേണ്ട ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന ഡേറ്റിൽ എഴുതിയിട്ടുണ്ടാവും. ഈ 4 ദിവസം അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ട്. ഈ 4 ദിവസം അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ടെങ്കിലും അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ കോളേജിൽ പോകാൻ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞ ഡേറ്റിൽ കോളേജിൽ പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത് നോക്കാം. അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ തന്നെ കോളേജിൽ ഹാജരാവേണ്ടതാണ്. ഏതെങ്കിലും കാരണത്താൽ നിശ്ചിത തീയതിയിൽ കോളേജിൽ ഹാജരാകാൻ സാധിക്കാത്തവർ അതാത് കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെടാണ്. ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഈ ജൂൺ 18, ജൂൺ 19, ജൂൺ 20, ജൂൺ 22 തീയതികളിൽ അഡ്മിഷൻ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ദിവസം പോയി എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് പറ്റില്ല. എന്ത് ചെയ്യണം? നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകണം. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണം വെച്ചാൽ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞ ഡേറ്റിൽ നിങ്ങൾക്ക് കോളേജിൽ ഹാജരാകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ വിവരം കോളേജ് പ്രിൻസിപ്പൽമാരുമായിട്ട് അറിയിക്കേണ്ടതാണ്. ഇനി ഞാൻ പറഞ്ഞ പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ, താൽക്കാലിക അഡ്മിഷൻ, ടെമ്പററി അഡ്മിഷൻ. ഒന്നാം അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് അഡ്മിഷൻ സമയത്ത് ടെമ്പററി പെർമനന്റ് അഡ്മിഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കും. സന്തോഷമായല്ലോ. നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം, ടെമ്പററി അഡ്മിഷൻ എടുക്കാം. 2 അഡ്മിഷനുള്ള ഓപ്ഷൻ ഉണ്ട്. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ച റെസീറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സമർപ്പിച്ച് താൽക്കാലിക അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അത് നിങ്ങൾ പെർമനൻ്റ് ആണെങ്കിലും ടെമ്പററി ആണെങ്കിലും എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റി മാൻഡറ്ററി ഫീ അടയ്ക്കണം, അഡ്മിഷൻ ഫീസ് അടയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അടച്ച ഫീസിൻ്റെ റെസീറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സമർപ്പിച്ചിട്ട് കോളേജിൽ താൽക്കാലിക അഡ്മിഷൻ എടുക്കണം. ഈ ഘട്ടത്തിൽ മറ്റ് ഫീസുകളൊന്നും കോളേജിൽ അടയ്ക്കേണ്ടതില്ല. അതായത് യൂണിവേഴ്സിറ്റി ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി. നിങ്ങൾ ടെമ്പററി, താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ മറ്റ് കോളേജിൽ അടയ്ക്കേണ്ട ഫീസ്, ഇപ്പോൾ കോളേജിൽ PTA ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് എയ്ഡഡ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കോഷൻ ഡിപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളൊന്നും നിങ്ങൾ അടയ്ക്കേണ്ട. ടെമ്പററിക്കാർ കേട്ടോ, ടെമ്പററി താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്നവർ ഈ സാധനങ്ങളൊന്നും അടയ്ക്കേണ്ടതില്ല. യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചാൽ മതി.
ഈ ഘട്ടത്തിൽ ഓക്കെ. എന്നാൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ TC ഉൾപ്പെടെ കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ TC ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും കോളേജിൽ സമർപ്പിക്കണം എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നിലവിൽ ലഭിച്ച അലോട്ട്മെന്റിൽ തൃപ്തരായ വിദ്യാർത്ഥികൾ കോളേജിൽ ഹാജരായി ഫീസ് അടച്ച റെസീറ്റ്, ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നിവ കോളേജിൽ സമർപ്പിച്ച് സ്ഥിര പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ നിങ്ങൾ തൃപ്തരാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയല്ലോ, എനിക്കിനി വേറെ കോളേജും വേണ്ട, വേറെ കോഴ്സും വേണ്ട, എനിക്ക് ഇനി ക്ലാസ് തുടങ്ങുമ്പോൾ പോയാൽ മതി, ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടി, ഞാൻ സംതൃപ്തനാണ്, ഞാൻ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയി പെർമനന്റ് അഡ്മിഷൻ എടുത്തോളൂ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച റെസീറ്റ്, ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളായിട്ടൊക്കെ പോകണം. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കാത്തവരുടെയും ഫീസ് അടച്ച ശേഷം കോളേജിൽ ഹാജരായി പെർമനന്റ് ടെമ്പററി അഡ്മിഷൻ എടുക്കാത്ത അപേക്ഷകരുടെയും അലോട്ട്മെന്റ് റദ്ദാക്കുന്നതും അവരെ തുടർന്ന് വരുന്ന അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുന്നതുമല്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ച് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ അടച്ചിട്ട് എന്ത് ചെയ്യണം? കോളേജിൽ പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ എന്ത് ചെയ്യണം? നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് റദ്ദാക്കും, തുടർന്നുള്ള അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതുമില്ല. അലോട്ട്മെന്റ് ലഭിച്ച അപേക്ഷകർ അവർക്ക് ലഭിച്ച സീറ്റിൽ തൃപ്തരല്ലെങ്കിൽ പോലും തുടർന്നുള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടുന്നതിനായി അഡ്മിഷൻ ഫീസ് അടച്ച് കോളേജിൽ ഹാജരായി പെർമനന്റ് ടെമ്പററി അഡ്മിഷൻ എടുക്കണം. അതായത് നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ ഇപ്പം പറയുകയാണെങ്കിൽ എനിക്ക് ഈ കോളേജ് ഒട്ടും ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഈ കോഴ്സ് ഒട്ടും ഇഷ്ടമല്ല, ഇഷ്ടമില്ലാത്തതാണ് ലഭിച്ചെങ്കിൽ പോലും ആ കോളേജിൽ പോയിട്ട് പെർമനന്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കണം. എന്നാലേ നിങ്ങളെ അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കുള്ളൂ. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കോളേജാണ്, ഇഷ്ടപ്പെടാത്ത കോഴ്സാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കരുത്. നിങ്ങളും കോളേജിൽ പോയി എടുക്കണം. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഡിജി ലോക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റോ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റോ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതിയാവും. നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. നിങ്ങളുടെ ഡിജി ലോക്കറിൽ നിന്നും നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളെയും ടെമ്പററി പെർമനന്റ് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെയും തുടർന്ന് വരുന്ന രണ്ടാം അലോട്ട്മെന്റിലേക്ക് ഒരു കാരണവശാലും പരിഗണിക്കില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാതിരിക്കുകയും പെർമനന്റോ ടെമ്പററി അഡ്മിഷൻ എടുക്കാതിരിക്കുകയും ചെയ്ത ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങളെ രണ്ടാം അലോട്ട്മെന്റിലേക്ക് ഒരു കാരണവശാലും പരിഗണിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ലഭിച്ച അലോട്ട്മെന്റിൽ ടെമ്പററി പെർമനന്റ് തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷനുകൾ ജൂൺ 23 വൈകിട്ട് 4 മണിക്ക് മുമ്പായി നീക്കം ചെയ്യേണ്ടതാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾക്കിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കോളേജാണ് കിട്ടിയത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ചില ഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കാറാണെന്ന് അറിയാമോ? നമ്മൾ പെർമനന്റ് അഡ്മിഷൻ എടുത്താലും ഇപ്പോൾ ഒരു കുട്ടിക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടി, ആ കുട്ടി അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുത്തു. എന്നാൽ എന്ത് ചെയ്യണം? 4, 3, 2, 1 ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികൾക്കൊരു ധാരണയുണ്ട്, ഞാൻ 5ാമത്തെ ഓപ്ഷനിൽ ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഹയർ ഓപ്ഷനുകളിലേക്ക് 4, 3, 2 ഓപ്ഷനുകളിലേക്ക് എന്നെ പരിഗണിക്കുകയുള്ളൂ. ഞാൻ 5ാമത്തെ ഓപ്ഷൻ പെർമനൻ്റ് ആക്കിയല്ലോ, ഞാൻ അവിടെ സ്ഥിര നിയമനം നേടി, സ്ഥിരമായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ ഇനി ഹയർ ഓപ്ഷൻ 4, 3, 2 ഓപ്ഷൻ ക്യാൻസൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കെന്ത് ചെയ്യും? അങ്ങോട്ട് പോവുകയല്ല, ഞാൻ പെർമനൻ്റ് അല്ലേ എടുത്തതെന്ന് ചോദിക്കും. പക്ഷേ ഡിഗ്രിക്ക് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്താലും നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താലും ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയറിപ്പോവാം. ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് എല്ലാ വർഷങ്ങളിലും സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി 5ാമത്തെ ഓപ്ഷനിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു. 5ാമത്തെ ഓപ്ഷൻ ഇഷ്ടപ്പെട്ട കോളേജായിരുന്നു, ഇഷ്ടപ്പെട്ട കോഴ്സായിരുന്നു, പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു. 4, 3, 2, 1 ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്തില്ല. ആ വിദ്യാർത്ഥി വിചാരിച്ചു ഞാൻ പെർമനൻ്റ് അഡ്മിഷനല്ലേ എടുത്തത്, ഇനി മാറൂല, അപ്പോൾ ക്യാൻസൽ ചെയ്തില്ല. പക്ഷേ രണ്ടാം അലോട്ട്മെൻറ്റ് വരുമ്പോൾ 4, 3, 2, 1 ഓപ്ഷനുകളിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പെർമനൻ്റ് ആണെങ്കിലും ടെമ്പററി ആണെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളുമായിട്ട് പൊക്കോണം. അങ്ങനെയാണ്. അതായത് ഞാൻ 5ാമത്തെ ഓപ്ഷനിൽ പെർമനൻ്റ് ആയിരുന്നു എടുത്തത്, 4, 3, 2, 1 ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി,
എനിക്ക് ഇപ്പം ഒന്നാം അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജും കോഴ്സും മതി, സെക്കൻഡിൽ കിട്ടിയത് വേണ്ട എന്ന് പറഞ്ഞാലൊന്നും പണി നടക്കൂല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സും ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ജൂൺ മാസം 23 വൈകിട്ട് 4 മണിക്ക് മുമ്പ് ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അത് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന കോളേജ് മതി, എനിക്ക് പുതിയ കോളേജ് വേണ്ട എന്ന് എത്ര പറഞ്ഞാലും കാര്യമില്ല. പുതിയ ലഭിച്ച കോളേജിലേക്കും പുതിയ ലഭിച്ച കോഴ്സിലേക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ടെടുത്ത് വണ്ടി വിട്ട് പോകേണ്ടി വരും. വേറെ ഓപ്ഷനില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. അത് തന്നെ ഞാൻ ഹയർ ഓപ്ഷനുകൾ ജൂൺ 23 വൈകിട്ട് 4 മണിക്ക് മുമ്പ് നീക്കം ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ രണ്ടാം അലോട്ട്മെൻറ്റിൽ പ്രസ്തുത ഓപ്ഷനിലേക്ക് പരിഗണിക്കുകയും സീറ്റ് ലഭിക്കുന്ന പക്ഷം ഒന്നാം അലോട്ട്മെൻറ്റിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതും രണ്ടാം അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്ന ഓപ്ഷനുകൾ നിർബന്ധമായും സ്വീകരിക്കേണ്ടതുമാണ്. ഞാനിപ്പോൾ പറഞ്ഞ അതേ കാര്യം. നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താലും നിങ്ങൾ ഹയർ ഓപ്ഷനുകൾ നിലനിർത്തിയാൽ ഹയർ ഓപ്ഷനിലേക്ക് കയറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇൻ കേസ് അങ്ങനെ ഹയർ ഓപ്ഷൻ കയറിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന മതി, ഫസ്റ്റ് കിട്ടിയത് മതി, സെക്കൻഡ് കിട്ടിയത് വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കൂല. സെക്കൻഡ് കിട്ടിയതിലേക്ക് പോകേണ്ടി വരും. അതാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞത്. ഇത്തരം വിദ്യാർത്ഥികൾ പഴയ ഓപ്ഷനുകളിൽ തുടരാൻ ഒരു കാരണം വെച്ചാലും സാധിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഇഷ്ടമായിരുന്നു, ഞാൻ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി, എനിക്ക് സെക്കൻഡ് കിട്ടിയ കോളേജും കോഴ്സും വേണ്ട എന്നുണ്ടെങ്കിൽ പണി നടക്കില്ല മക്കളെ. നിങ്ങൾ കെട്ടും പാണ്ടും മുറുക്കി പോകേണ്ടി വരും. ആദ്യം കിട്ടിയ കോളേജും കോഴ്സും നിങ്ങൾക്ക് ഒരു കാരണം വെച്ചാലും അർഹതയുണ്ടായിരിക്കില്ല. ഇത്തരം വിദ്യാർത്ഥികൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ വേറെ ഓപ്ഷൻ കിട്ടുന്നവർക്ക് ഇത്തരം വിദ്യാർത്ഥികൾ പഴയ ഓപ്ഷനിൽ തുടരാൻ ഒരു കാരണം വെച്ചാലും അനുവദിക്കില്ല. പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ നീക്കം ചെയ്യണം. ഞാൻ പറഞ്ഞത് സംഭവം തന്നെ ഇവിടെ പറഞ്ഞത്, വേറൊന്നുമില്ല. ഞാൻ മുൻകൂട്ടി പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്, വേറൊന്നുമില്ല. നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ പോലും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ തൃപ്തരാണെങ്കിൽ, പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ നീക്കം ചെയ്യേണ്ടതാണ്. കാരണം യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താൽ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് കയറിപ്പോവാം, രണ്ടാം അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ മൂന്നാം അലോട്ട്മെൻറ്റിൽ. അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ ആ ഓപ്ഷനിലേക്ക് മാറേണ്ടി വരും. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ വേറെ അധികമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സർക്കുലറിൽ ഞാൻ ഇപ്പം ഒന്നാമത്തെ കാര്യം പറയുമ്പോൾ മുൻകൂട്ടി പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നത്. ശരിയാണല്ലോ? നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അബാർ ID നിർബന്ധമായും ഉണ്ടാക്കേണ്ടതാണ്. ആയതിനാൽ നിലവിൽ അബാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുമ്പായി www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അബാർ ID ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ പുറകെ വരുന്നുണ്ട് മക്കളെ, വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. അബാർ ID എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ മൈ നെയിം ഈസ് കൃത. ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.